ഉരുളക്കിഴങ്ങ് ഇത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചാലുണ്ടല്ലോ, നമ്മുടെ കുട്ടികളാരും നമ്മളൊക്കെ വേഗം ചോറൊക്കെ പാത്രം കാലിയാക്കല്ലേ. എന്നാലേ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫേസ് ക്രീം തയ്യാറാക്കിയെടുത്താലോ. ഇനി കടയിലൊന്നും പോയിട്ട് ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് നിങ്ങളാരും ക്രീം വാങ്ങി തേക്കല്ലിട്ടോ. നമ്മളെ വീട്ടിലുള്ള ഈ ഒരു സ്പെഷ്യലായിട്ട് ഇതിലേക്ക് 1-2 ചേരുവകളോട് ചേർത്തിട്ട് അടിപൊളി ഒരു ക്രീം റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതാ കണ്ടല്ലോ ഉരുളക്കിഴങ്ങ്. ഇത് നല്ലോണം ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഈ ഉരുളക്കിഴങ്ങ് പൂർണ്ണമായും നമുക്ക് വേണ്ട, ഇതിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു പൊടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരുതിയാൽ ഇതിങ്ങനെ ഇതിങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ ആ ഒരു ഇതെടുത്തിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്കിതിൻ്റെ പൊടി കിട്ടും. ഈ ഒരു പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു പാക്ക് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത് പോലെ തന്നെ അധികം വീട്ടമ്മമാർ മുഖസൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ വിപണിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫേസ് പാക്ക് ഉണ്ടല്ലോ, അതിലൊക്കെ കൂടുതലായിട്ടും ഈ ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ഇത് മിക്സിഡ് ജാറിലിട്ടിട്ടൊന്നും അരച്ചെടുക്കരുതേ. അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബൗളിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ട്, അര ഗ്ലാസ്സൊക്കെ വെള്ളം മതിയാവും. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിലുണ്ടാകുന്ന സ്റ്റാർച്ച് ഉണ്ടല്ലോ, ആ സ്റ്റാർച്ച് മുഴുവനും നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടുന്ന രീതിയിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ വേണ്ടത്. ഈ ഒരു ഒറ്റ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുത്താൽ തന്നെ ഒരാഴ്ചയോളം നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇത് നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ചിട്ട് രാത്രിയിൽ തേക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ ഹസ്ബൻഡിനെയും കുട്ടികളൊക്കെ കൂടെ കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ചില ക്രീമുകളൊക്കെ നമ്മൾ റെഡിയാക്കുമ്പോൾ ഒരു നമ്മളെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഇത് നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം വേറൊരു ബൗളിലേക്ക് ഒരു അരിപ്പൊക്കെ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ശരിക്കും അങ്ങോട്ട് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ എപ്പോഴാണോ നമ്മളിത് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റുന്നുണ്ടെങ്കിലൊക്കെ ആ ഒരടി നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, പൊടി വേഗം അടിയിലോട്ട് ഊറിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഒഴിക്കലിനും നല്ല പോലെ അടി ഇളക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു ടൊമാറ്റോ തക്കാളി, നല്ല പഴുത്ത തക്കാളീനെ നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നടു ചീന്തിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട്, ഇതിന് മിക്സിയുടെ ഒന്നും ആവശ്യമില്ല, നല്ലോണം പിഴിഞ്ഞെടുക്കട്ടോ. ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിഡ് ജാറിലിട്ടിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്താലും പറ്റും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് വേഗം എളുപ്പത്തിൽ തന്നെ കൈ വെച്ചിട്ട് തന്നെ, ഇനിയിപ്പോൾ മിക്സിഡ് ജാർ എടുക്കുക, അത് കഴുകുക, അതിനൊന്നും ആവശ്യമില്ലല്ലോ. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്താൽ അതിൻ്റെ നീര് മുഴുവനായിട്ടും കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ മിക്സിഡ് ജാറൊക്കെ എടുത്തിട്ട് അടിച്ചെടുക്കുമ്പോൾ എന്താ അറിയോ, കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ആവും. അതിനൊന്നും ആവശ്യമില്ല, നമുക്കിത് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ഒരു ഇത്തിരി 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുഖസൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ തക്കാളിയും ഒരുപാട് മുമ്പിലാണ്. തക്കാളിനേക്കാളുമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മളെ ചർമ്മത്തിന് നല്ല ഈർപ്പുള്ളതാക്കുകയും ചെയ്യും, നല്ല മിനുസുള്ളതാക്കാനൊക്കെ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുണ്ടല്ലോ, അത് നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രോട്ടീൻ ഘടനയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ചർമ്മത്ത് എപ്പോഴും നല്ലൊരു ഉണങ്ങി വരണ്ട് പോവാതെ നല്ലൊരു ഈർപ്പം നഷ്ടപ്പെടുന്നതൊക്കെ തടയാനൊക്കെ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുഖത്തുണ്ടാകുന്ന പാടുകളുണ്ടല്ലോ, ചുളിവുകൾ, അതൊക്കെ ഇല്ലാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ വിറ്റാമിൻ എ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കോശങ്ങളൊക്കെ ഒന്നും കൂടെ പുനരുൽപാദനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുപ്പുണ്ടല്ലോ, കണ്ണിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ്, അതൊക്കെ പോകാനും കരിമങ്ങൽ വരുന്നത് തടയാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ തക്കാളി
ഇവിടെ പിഴിഞ്ഞെടുത്ത സമയം കൊണ്ട് ഇതാ പെട്ടെന്ന് തന്നെ ആ ഒരു ടൊമാറ്റോ അല്ല എന്താണ് ഇതുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ അതിൻ്റെ ആ ഒരു സ്ക്രാച്ചൊക്കെ നല്ലോണം അടിയിൽ കുടുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മൾ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുമല്ലോ നല്ലോണം അടിയിൽ ഇങ്ങനെ അതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കൈ കൊണ്ടൊന്നും ആക്കിയാലൊന്നും പ്രസ് നമ്മൾ കൈമലും ആവുമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ വരണ്ടി ഇങ്ങനെ കാണിച്ചു തന്നാണ്. നല്ല പൊടി തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പൊടിയിലേക്ക് നമ്മൾ ആ ഒരു തക്കാളിൻ്റെ ജ്യൂസ് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ ഒന്നും ചെയ്യാതെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാണ്ട് കേട്ടോ. അതായത് അലോവേര ജെല്ലാണ്. ഈ ഒരു അലോവേരയിൽ 96% ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഇവ ചർമ്മത്തിൻ്റെ ഈ ഒരു അലോവേര ജെൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. ചർമ്മം വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അലോവേര എന്ന് പറയുമ്പോൾ നമ്മൾ കറ്റാർവാഴ വീട്ടിലുണ്ടാക്കിയ കറ്റാർവാഴ എടുക്കണ്ട കേട്ടോ. അത് നമുക്ക് മുഖം ചൊറിയാൻ, ഈ അലർജി പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രശ്നം തന്നെയാണ് അത് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു അലോവേര ജെൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മളിത് രാത്രിയിലാണല്ലോ തേക്കണത്. അതുകൊണ്ട് നമ്മളെ മുഖത്ത് നമ്മളെ കൂടെ കിടക്കുന്ന നമ്മളെ കുട്ടികളായാലും ഹസ്ബൻഡായാലും ഒക്കെ നല്ലൊരു സ്മെല്ല് നമ്മളെപ്പോഴും ഇനിയിപ്പോൾ രാത്രിയിലൊക്കെ എങ്ങനെ ആയാലും നമ്മൾ കൂടെ കിടക്കുമ്പോൾ കുറച്ചൊരു നല്ല സ്മെല്ലൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു അലോവേര ജെൽ. നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ്. ആർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു ജെല്ലിനെ നോക്കിയിട്ട് വാങ്ങുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് ജെല്ല് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം ഏകദേശം ഒരാഴ്ചയോളം നമുക്ക് യൂസാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇതിപ്പോൾ ഓരോ ദിവസം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതെടുത്തിട്ടില്ല കേട്ടോ, എന്താ പറയുക, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടില്ല. അതിന് പകരം കുറച്ച് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ഒരു 2-3 തുള്ളി എടുക്കുന്നുണ്ട്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ ആൽമണ്ട് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾക്ക് ബദാമിൻ്റെ എണ്ണ ഒക്കെ നല്ല എണ്ണയാണ്, അതൊക്കെ ഉണ്ടെങ്കിൽ 2 ഡ്രോപ്സൊക്കെ ഇട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വിറ്റാമിൻ ക്യാപ്സ്യൂളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം അതെല്ലാവരുടെ അടുത്തും ഇല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനാവും. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ട് കാര്യം ഉണ്ടാവോ, ഇതല്ലേ ഈ വിറ്റാമിൻ ക്യാപ്സ്യൂൾ ഇല്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഈ വെളിച്ചെണ്ണ തന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ ഈ ഒരു വിറ്റാമിൻ ക്യാപ്സ്യൂള് നമ്മൾ ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാലും കിട്ടും. വലിയൊരു വില കാര്യമൊന്നുമില്ല. ഒരു 10-15 രൂപ ഒക്കെ കൊടുത്താൽ നമുക്ക് ഒരുപാട് ഗുളിക കിട്ടും കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു അലോവേര ജെല്ലൊക്കെ മിക്സായി കിട്ടാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെച്ചിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, രാത്രിയിലാണ് കേട്ടോ ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു കറ്റാർവാഴൻ്റെ ജെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പം അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ മുഖം ഡ്രൈ ആകുന്ന യാതൊരു ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർക്കരുത്. അരിപ്പൊടി, ഗോതമ്പൊടി, അങ്ങനെയുള്ള കടലമാവ് ഒന്നും ചേർക്കരുത്. നമുക്ക് എപ്പോഴും ഓയിലി സ്കിന്നായിട്ടാണ് രാത്രിയിൽ നമ്മളെ സ്കിന്ന് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ചുളിവുകളൊക്കെ വീഴാൻ സാധ്യത ഉണ്ട്. കാരണം രാവിലെ ആകുമ്പോൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കിടക്കല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ അലോവേരയിൽ തന്നെ നല്ല ഈർപ്പുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തക്കാളി നീര്, അതും നല്ല ഈർപ്പം, മുഖത്ത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നൊരു സംഭവമാണ്. പിന്നെ ഇത് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, അതും നമ്മളെ മുഖത്ത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുഖത്തിന് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതിലൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ, നമ്മുടെ ചർമ്മത്തിനുള്ള ആരോഗ്യ ഗുണങ്ങൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചില ആളുകൾക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ആ ഒരു ഗുണങ്ങളും കൂടെ അറിയാൻ താല്പര്യം ഉണ്ടാവും. പക്ഷേ ചിലരൊക്കെ നമ്മളെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും, വലിച്ച് നീട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ എന്താ പറയുക, വലിച്ചു നീട്ടല്ല കേട്ടോ, നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു കറ്റാർവാഴനെ കുറിച്ച് മുഴുവനായിട്ട് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ കറ്റാർവാഴ നമ്മൾ ഒഴിവാക്കുക. കറ്റാർവാഴൻ്റെ ജെല്ല്, അലോവേര ജെല്ല്, പിന്നെ അതുപോലെ തന്നെ തക്കാളി മുഖത്ത് തേച്ചാലുണ്ടാകുന്ന ഗുണങ്ങളും തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ ചർമ്മത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടോറ്റോനെ കുറിച്ചൊക്കെ അറിയുകയാണെങ്കിൽ അപ്പോൾ പക്ഷെ അതൊന്നും അറിയിക്കാനുള്ളൊരു മൈൻഡ് വരാത്ത എന്താ അറിയോ, ഒരുപാട് ആളുകൾ പറയാണ് വീഡിയോക്ക് താഴെ വലിച്ചു നീട്ടുന്നു എന്ന്. അതുകൊണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ വിവരിക്കാത്ത. അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്യ്. രാത്രിയിൽ നിങ്ങളിതൊന്ന് മുഖത്ത് കുറച്ച് ദിവസം ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കി, നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടാവും. മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു ക്രീമോട് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ക്രീമൊക്കെ പുരട്ടി കിഡ്നി അടിച്ച് പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകാത്ത നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്യ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ ഫേസ്ബുക്കിലേക്ക് പേജിലേക്ക് പോകാനുള്ള നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക്